നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എന്നും പറയുന്ന പോലല്ല. ഇന്ന് സംഭവ ബഹുലമാണ്. നമ്മുടെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ അടി നടന്നു. അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. കാരണം ഇന്നലെ ബി ജെ പി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ, അവരുടെ കൗൺസിലർ സ്ഥാനമല്ല, സത്യപ്രതിജ്ഞ അസാധുവാക്കിയതിനെ തുടർന്ന് അവർ ഇന്നലെ തന്നെ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു. എന്നിട്ട് ഇന്ന് അവിടെ എത്തുമ്പോഴാണ് ഈ അക്രമ സംഭവങ്ങൾ CPM നടത്തുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. CPM പ്രശ്നം ഇവരെ അയോഗ്യരാക്കണം. ഇവരെ അയോഗ്യരാക്കണമെന്ന് പറഞ്ഞാൽ ഒരു കോടതി പോവും. മാത്രമല്ല CPM അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഴോട്ടുകോണം സുഗതൻ കാപ്പ കേസ് പ്രതിയാണ്. സുഗതനെതിരെ കാപ്പ ചുമത്തിയത് കോടതി ശരിവെച്ചു. അതിനൊപ്പം തന്നെ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. 20 കൗൺസിലർമാരെയാണ് രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ നിയോഗിച്ചത്. അതിന്റെ കാരണം ഇവർ ബലിദാനികളുടെ പേരിലും അതുപോലെ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളുടെയൊക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇവർക്ക് ആ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണമെന്ന് കോടതി ഉത്തരവിട്ടു. അതേ തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മേയർ VV രാജേഷ് ഒരു സ്വകാര്യ ചടങ്ങ് പോലെ സംഘടിപ്പിച്ചിട്ട് ബാക്കി ആരെയും ക്ഷണിച്ചില്ല, ഇവരെ മാത്രം കൊണ്ടുവച്ച് പ്രതിപക്ഷത്തെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞാണ് അവർ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. ഒരു സത്യപ്രതിജ്ഞ നടത്തി. അപ്പൊ ഇന്നിപ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, രാവിലെ മേയറും കൂട്ടരും കോർപ്പറേഷനിലേക്ക് എത്തുമ്പോൾ അവരെ അകത്ത് കയറ്റാതെ, വേറെ മുറിയിലേക്ക് കയറ്റാതെ തടയുന്നു. പിന്നീട് ഉന്തും തള്ളും അടിയും ഇടിയും എല്ലാമായി മേയറുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഫ്രാക്ചർ ഉണ്ടെന്ന് പ്ലാസ്റ്റർ ആശുപത്രി കിടക്കുകയാണ് VV രാജേഷ്. അതുപോലെ ഡെപ്യൂട്ടി മേയർക്ക് അടി കിട്ടി. സിന്ധു എന്ന് പറയുന്ന ഒരു കൗൺസിലർക്ക് അടി കിട്ടി. പിന്നെ 16ഓളം പേർക്കാണ് പരിക്കുള്ളത്. വലിയ വിഷയമാണ്. അപ്പം മേയർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ തടഞ്ഞു എന്ന് മാത്രമല്ല, വാർഡിൽ നിന്നും കാണാൻ വന്ന വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വന്ന പൊതുജനങ്ങളെ ഇവർ തടഞ്ഞു. CPM ഗുണ്ടായിസം നടത്തി എന്നാണ് പറയുന്നത്. അല്ല, ഈ CPM സംബന്ധിച്ചിടത്തോളം അവർ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം പതിറ്റാണ്ടുകളോളം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച് അവർ നടത്തി വെച്ചിട്ട് അഴിമതിയും ക്രമക്കേടുകളും ആവശ്യം പോലെ ഉണ്ട്. ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തുനിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒന്നുകിൽ ഇവരെ ഭരണത്തിൽ തെറപ്പിക്കുക, അതല്ലെങ്കിൽ VV രാജേഷ് ഉൾപ്പെടെയുള്ളവരെ കോർപ്പറേഷൻ ഓഫീസിൽ കയറ്റാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപന. ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. നമുക്കറിയാം, പന്തളം നഗരസഭയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ ശബരിമല വിഷയമൊക്കെ നിൽക്കുന്ന സമയത്ത് 2020 അന്ന് പന്തളം നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വന്നു. പക്ഷേ ആ BJP നേതൃത്വത്തിന് അവരുടെ കണക്കുകൂട്ടൽ പിഴച്ചുപോയി. കാരണം BJP നേതൃത്വം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ജനറൽ സീറ്റ് ആയിരുന്നു ചെയർമാൻ ജനറൽ സീറ്റ്, അധ്യക്ഷ സ്ഥാനം ജനറൽ സീറ്റ് ആയിരുന്നു. ആ ജനറൽ സീറ്റിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയെ ചെയർപേഴ്സൺ ആക്കി. സംവരണം അല്ലാതെ തന്നെ അവരങ്ങാക്കി. അങ്ങനെ ആക്കിയത് വളരെയധികം കയ്യടി നേടിയ K. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ്. അപ്പം അത് വലിയൊരു നൂതനമായ ഒരു പരിഷ്കരണം. ഇപ്പം നമുക്കറിയാം, ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയ ആൾക്കാരാണ്. രാംനാഥ് കോവിന്ദ് അവരെ ഒക്കെ അങ്ങനെ ആക്കിയ ഒരു പാർട്ടിയാണ് BJP. പക്ഷെ BJP ഇവിടെ അങ്ങനെ ഈ പറയുന്ന ലേഡിയെ ആക്കി. പക്ഷെ അവരെ ഭരിക്കാൻ ഇവർക്ക് ഭരണപരിചയമുണ്ട് കുറവാണ്. കാരണം ഒരുപാട് വനിതാ കൗൺസിലർമാരായിരുന്നു അന്ന് കൂടുതലായി അവിടെ വനിതാ കൗൺസിലർ. കാരണം അയ്യപ്പന്റെ ജന്മഗേഹത്തിൽ ഞങ്ങൾ വനിതകളെ നിർത്തി നിങ്ങളെ തോപ്പിക്കുമെന്ന് പറഞ്ഞാണ് ഇവർ നിർത്തി. അങ്ങനെയാണ് അന്നത്തെ ആ ശബരിമല സ്ത്രീ പ്രവേശന അപ്പൊ പക്ഷേ അവരെ ഭരിക്കാൻ ഈ UDF-ഉം CPM കൂടി അനുവദിച്ചില്ല. അവരെ അതിന്റെ കൂടാതെ ഇവർ ആഭ്യന്തര കലഹം, പാർട്ടിക്കകത്തെ കലഹം, അതിനെ ഇല്ലാതാക്കി. പാലക്കാട് അട്ടിമറിക്കാൻ പല തവണ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പാലക്കാട് നടന്നില്ലെന്നേ ഉള്ളൂ, വിലപ്പോയില്ല. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെങ്കിലും ഒറ്റ സീറ്റിന്റെ പിൻബലത്തിലാണ്. ഒറ്റ സീറ്റേ ഉള്ളൂ. അത് സ്വതന്ത്രനായ രാധാകൃഷ്ണന്റെ പിന്തുണയോട് കൂടിയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അതെ, നമ്മൾ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ കാപ്പാക്കേസിൽ പിടിക്കുന്നത്. പിന്നെ അമ്പലത്തിലെ അടിയായിട്ട് അയാൾ നേരത്തെ കാപ്പാക്കേസ് പ്രതിയാണ്, മത്സരിക്കുമ്പോൾ പോലും. പക്ഷേ അവിടെ ത്രികോണ മത്സരം നടന്നത് കാരണമാണ് സുഗതൻ വിജയിച്ചത്. നിസ്സാര വോട്ടുകൾക്കാണ് സുഗതൻ വിജയിച്ചത്. സുഗതൻ വീണ്ടും ഗുണ്ടായിസം നടത്തി ഒരു ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് CPM പ്രവർത്തകനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. അയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്ത് അയാൾ ഒളിവിലായിരുന്നു. വെടിവെച്ച് പിടിക്കുകയായിരുന്നു സുഗതനെ. വെടിവെച്ച് പിടിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സുഗതൻ ജയിലിലാണ്. പക്ഷെ സുഗതന് സത്യപ്രതിജ്ഞയുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും സന്ധാനം കാണുമായിരിക്കും. കോടതിയെ സമീപിക്കാം. അറിയാം, സത്യപ്രതിജ്ഞയുള്ള ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത മനുഷ്യനല്ലേ. അയാൾ ജയിലിലാണെങ്കിൽ പോലും വന്ന് സത്യപ്രതിജ്ഞയുള്ള സമയം കൊടുക്കും. അങ്ങനെ പണ്ട് പലരും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വടക്കേ ഇന്ത്യയിലൊക്കെ. ഇതാണ് CPM ആ ഒരു രീതി ഉണ്ടല്ലോ, സ്ഥിരമായിട്ടുള്ള ഗുണ്ടായിസ രീതി
നിങ്ങളെ അകത്ത് ഞങ്ങൾ കയറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ല, ഞങ്ങൾ ഒരുത്തനെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ അവര് പിടിക്കുന്നത് ഇത്രയും ദിവസം അവരവിടെ സമരം നടത്തിക്കൊണ്ടിരുന്നത് സുഗതനെ അയോഗ്യനാക്കണം, സുഗതൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇപ്പൊ അവരുടെ ആവശ്യം ഈ 20 പേരും രാജിവെക്കണമെന്ന്. സുഗതൻ അടക്കം 20 പേര്. അതിനുവേണ്ടിയാണല്ലോ ഒരു കോടതി പോയത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ചാനലുകൾ കൊടുത്ത വാർത്ത BJPക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. പക്ഷേ തിരിച്ചടി BJPക്ക് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേസ് കൊടുത്തവർക്കാണ്. ഇവർ അയോഗ്യരാക്കിയില്ല, ഇവരെ സത്യപ്രതിജ്ഞ മാത്രമാണ് അസാധുവാക്കിയത്. അല്ല, മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് ഈ കോർപ്പറേഷൻ ചട്ടം ഉണ്ടല്ലോ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ചട്ടം ഉണ്ടല്ലോ, അതനുസരിച്ച് ആ സത്യപ്രതിജ്ഞയിൽ പിശക് പറ്റിയാൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ പുറത്താക്കുക അല്ലെ അയോഗ്യത കൽപ്പിക്കാതെ. കേരള നിയമസഭയിൽ നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്, ഉമേഷ് ചള്ളിയില് JSSന്റെ MLA ആയിരുന്നു ഉമേഷ് ചള്ളിയിൽ ഗുരുദേവന്റെ പേര് സത്യപ്രതിജ്ഞയിൽ ചൊല്ലിയതിനെതിരെ, കാരണം അത് ഗുരുദേവനോടുള്ള അധിക്ഷേപമല്ല, കോടതിയെ സമീപിച്ചു. നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭരണഘടനാ പ്രകാരം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ. ഇപ്പൊ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പണ്ട് ഈ ലീഗിന്റെ 2006 ലീഗിന്റെ മന്ത്രിമാര് 2006 മുമ്പ് 2001 സംശയമുണ്ട്, അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അത് ഭരണഘടനാപരമാണ്, അള്ളാഹുവിന്റെ പേരിൽ ചെയ്യാൻ പറ്റും. പിന്നെ ദൈവത്തിന്റെ ഈശ്വരന്റെ നാമത്തിലും ദൈവത്തിന്റെ നാമത്തിൽ ദൃഢപ്രതിജ്ഞ എടുക്കുക, അങ്ങനെയൊക്കെ എടുക്കുക. ഇന്നലെ തന്നെ അവര് അത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ ആ പ്രശ്നം പരിഹരിച്ചത് സാങ്കേതികത്വം മാത്രമാണ്. എല്ലാത്തിനും സാങ്കേതികത്വം. നേരെ തിരിച്ച് അവരായിരുന്നെങ്കിലും അവർ താത്വികമായ ന്യായം തന്നെ ഉന്നയിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് ഇവര് കൗൺസിലർമാരെ രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഒരു സത്യപ്രതിജ്ഞയിൽ അവർക്ക് പിഴവ് പറ്റി, അവർക്ക് അറിയില്ലായിരുന്നു, പുതിയ ആൾക്കാരാണ് അല്ലെങ്കിൽ നേരത്തെ ഉള്ളവരാണ്, അവർക്ക് ഈ ചട്ടത്തെക്കുറിച്ച് അറിയില്ല, അവർക്കൊരു BJPയുടെ ശരിക്കും പറഞ്ഞാൽ BJPയുടെ നേതൃത്വത്തിന് വലിയ ഒറ്റൊരു പിഴവാണിത്. കാരണം ഇവരെല്ലാവരും മാസമാവും, ഇന്നെല്ലാം റീൽസ് ഇട്ട് മാസമാവാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. സ്ലോ മോഷനിൽ നടന്നു വന്ന് കൈയൊക്കെ എടുത്ത് കാണിച്ച് മറ്റേ ഓരോ സത്യപ്രതിജ്ഞ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൊല്ലുക എന്നുള്ളത് അങ്ങനെ നടപ്പില്ല എന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരി അവിടുത്തെ ചുമതലയുള്ള ആരാണെന്ന് അവർ പറയണമായിരുന്നു, ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അല്ല, ഇപ്പോഴത്തെ യുവാക്കളും യുവതികളുമായിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങള്, മുനിസിപ്പൽ അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ ഈ കോർപ്പറേഷൻ അംഗങ്ങൾ, ഈ യുവതികളൊക്കെ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട ശേഷം ഇവർ സ്ലോ മോഷനിൽ കുറെ റീൽസ് ഇടുന്നുണ്ട്. ആ റീൽസ് സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഇടയിൽ ഒരു കുഴപ്പത്തിന് കാരണമാകും. നാട്ടുകാർക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുള്ളൂ, അല്ലാതെ റീൽസ് കാണുമ്പോൾ ആരും സന്തോഷിക്കാനൊന്നും പോകുന്നില്ല. ഈ റീൽസ് ഒക്കെ ഇട്ട് നമ്മളെന്തോ സംഭവമാണ്, നമ്മൾ സിനിമാ താരങ്ങളെ വെല്ലുന്ന രീതിയിൽ ഓരോ ഡ്രസ്സിലൊക്കെയാണ് ഓരോരുത്തടത്തും വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, രാവിലെ വരുന്ന ഡ്രസ്സിലല്ല ഉച്ചയ്ക്ക് വരുന്നത്. കാരണം ഇനി പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ പലവിധ ഡ്രസ്സിലാണ് അവർ വന്നുകൊണ്ടിരിക്കുക. അത് അവരുടെ ഒരു പക്വതക്കുറവാണ്. കാരണം ഇതെന്ത് ചെയ്യാൻ പറ്റും, വനിതാ സംവരണം ഇതിനകത്ത് ആക്കി കഴിഞ്ഞു, പിന്നെ പക്വതക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്. അല്ല, അതാണ്. അല്ലാതല്ലെങ്കിൽ ഒരാളെങ്കിലും കയറി ഈ അബദ്ധം കാണിക്കുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ പറയണമായിരുന്നു. നേരത്തെ കൗൺസിലർമാരായിരുന്നു എത്രയും പേരെ കൂട്ടത്തിലുണ്ട്, അവർക്ക് പറയാമായിരുന്നു നിങ്ങൾ ചെയ്യുന്ന അബദ്ധമാണ്, ഞാൻ ചെയ്യരുത്, അല്ലാതെ നേരെ നിയമം അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയണമായിരുന്നു. ആരും പറഞ്ഞില്ല. അപ്പോൾ ഇത് തന്നെ ഒരു ആചാരമെന്ന് വിചാരിച്ച് അവരങ്ങ് ഓരോന്നും ചെയ്തു. അറിയാവുന്ന എല്ലാ ദൈവത്തിൻ്റെ പേരിൽ അവർ ഓരോ പ്രഖ്യാപനം അങ്ങ് നടത്തി. ആ വിഷയത്തിൽ ഇപ്പോൾ കുറച്ച് പേര് ആശുപത്രിയിലുണ്ട്. ഇപ്പം VV രാജേഷിൻ്റെ കാലിന് പരിക്ക് പറ്റി, ആശാദാന് പരിക്കേറ്റു. ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും. കാരണം BJP CPM സംഘർഷത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. ഈ വിഷയം പിടിച്ചുകൊണ്ട് CPM രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കാൻ. നിയമസഭയിൽ പറ്റുന്നു, പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ ഇന്നലത്തെ സമരം SFIക്കാരുടെ സമരത്തിൽ പറ്റുന്നു. അതൊരു ഗംഭീര സമരമായിരുന്നു ഇന്നലെ. ആ സമരത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്. ബ്ലേഡ് സമരം, ബ്ലേഡ് സലാം എന്നാണ് രാഹുൽ മാങ്കൂട്ടം. അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് SFI മാർച്ച് നടത്തി കഴിഞ്ഞു. പുരോഗമിക്കുന്നതിനിടെ കുറെ ബ്ലേഡ് കഷ്ണങ്ങൾ അവിടെ പോലീസിന് കിട്ടും. പോലീസ് ഇത് എടുക്കുന്നു. അപകടം മണത്തു. ഈ ആശാമാർ ഉടനെ തന്നെ ഒരു പയ്യന്റെ പുറമെല്ലാം കൂടെ പോലീസ് അടിച്ചു പൊട്ടിച്ചു, ബ്ലേഡ് വെച്ച് വരഞ്ഞു എന്നൊരു ആരോപണം ഉണ്ടാക്കി ഇറക്കി വിടുന്നു. നമ്മുടെ ക്യാന്യു റഹീം അടക്കമുള്ളവർ ഇത് ഏറ്റുപിടിക്കുന്നു. പാവപ്പെട്ടവന്റെ മുതൽ ഇവര് തന്നെ പിടിച്ച് ബ്ലേഡ് വെച്ച് വരഞ്ഞു എന്നും പറഞ്ഞാണ് കൊടുത്തത്. ഇവന്മാര് തന്നെ വരഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും പോലീസ് യഥാർത്ഥ ബ്ലേഡ് അനുഭാവികളെ കണ്ടെത്തുന്നു. ആരാണ് ഈ ബ്ലേഡ് കൊണ്ടുവന്നതെന്നും കൊണ്ടുപിടിച്ചതെന്നും ഒക്കെ കണ്ടെത്തുന്നു. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ SFIക്കാർക്കെതിരെ കേസെടുത്തിരിക്കും. കാരണം കലാപം വരെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ ബ്ലേഡിൻ്റെ പേരിൽ ഇന്നലെ തൊട്ട് പാർട്ടി ചാനലും പാർട്ടി പത്രവും പോരായെങ്കിൽ ഇടത് സൈബർ ഹാൻഡില് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ ഈ AM റഹീം MP, അങ്ങനെ ഒരുപാട് പേര് പോലീസിനെതിരെ. അതൊന്ന് ആലോചിച്ച് നോക്കണം. പോലീസ് ബ്ലേഡ് കൊണ്ട് വരഞ്ഞു. ഇത് പോലീസ് മാനുവൽ ഇല്ലാത്ത ആയുധമാണ്. അത് കാര്യം അവർക്ക് പോലീസ് മാനുവൽ ഇല്ലാത്ത ആയുധം മടിയും കൊണ്ട് പോയത് ഗൺമാൻ പോയി അടിച്ചില്ലേ.
അല്ല രസകര കാര്യം നമുക്ക് സിനിമയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ലെങ്കിലും സന്ദേശ സിനിമയിൽ ഈ ശങ്കരാടി എന്ന കുമാരമുള്ള സാർ താത്വികാചാര്യം പറയുന്നുണ്ട് ഗറില്ല യുദ്ധം നമ്മൾ ഗറില്ല യുദ്ധം പ്രയോഗിക്കും, നമ്മൾ കല്ലുകളും മറ്റു പാറക്കഷ്ണങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ ആക്രമിക്കണവർ. അത് എന്താണ് ശിവാജിയുടെ മുറ, പിന്നെ എന്താണ് ചെമ്പടയുടെ രീതി നമ്മൾ നേരിടണം പോലീസിനെ. നമ്മൾ അത് ശക്തമായ നമ്മുടെയാണ് ചെളിവെള്ളം ഒഴുകുന്ന ഓടകളിൽ ഒളിച്ചിരിക്കണം. രാത്രി 12 മണിക്ക് കയറി ഇരുന്നോളാന്നാ പറയുന്നത്. ആൽമരത്തിന്റെ ശിഖരങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കണം ഈ കല്ലും കട്ടയൊക്കെ ആയിട്ട്. എന്നിട്ട് പിറ്റേന്ന് പോലീസ് വരുമ്പോൾ അവരെ നമ്മൾ എറിയണം. അപ്പൊ പിടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ പിടിച്ചാ പിന്നെ പിടി കൊടുക്കണം. അതാണ് അപ്പൊ കോട്ടപ്പള്ളിക്ക് ഉത്കണ്ഠയാണ്. ശരിയാവും അത് വിജയിക്കുമോ? എന്തൊരു ഗതികേടാണെന്നുള്ള ആലോചിച്ച് നോക്കണം. ഈ ബ്ലേഡ് കൊടുത്തുകൊണ്ട് ഇറങ്ങിയാണ്. ബ്ലേഡുകാരെ മൊത്തം കണ്ടുപിടിച്ചു. പോലീസ് മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. മൊത്തം ആൾക്കാരെയും കണ്ടുപിടിച്ചു. ഈയിടെയായിട്ട് സത്യം പറഞ്ഞ ഈ നാട്ടിൽ പുരോഗതി വന്നിട്ടുണ്ട്. പാർട്ടിക്കാരെല്ലാം ബൂർഷകളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം അത്യാധുനിക സൗകര്യങ്ങൾ കയ്യിലുണ്ട്. പക്ഷേ ഉപയോഗിക്കാനോ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഈ തലച്ചോറിനകത്തുള്ള ഒരു ബുദ്ധി ഇല്ല. അതുകൊണ്ടാണ് ഇവരെ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരിക്കലും തമാശ കഥ വന്നത്, ചില ഈ വ്യക്തിവാദികളും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് അവർ മൃതദേഹം വിട്ടുകൊടുക്കുമല്ലോ മരണശേഷം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒരു മൃതദേഹം ചെന്നിരുന്നു. അപ്പം വിദ്യാർത്ഥികളെല്ലാം ഓരോന്നും പരിശോധിക്കണം തന്നെ ശരീരം. അപ്പം തലച്ചോറ് മാത്രമേ ഇല്ല. അപ്പോൾ തലച്ചോറില്ല, ഇയാൾ അന്തം കമ്മിയായിരുന്നു, പുള്ളിക്ക് സാധനമില്ല, അതാണ് കുഴപ്പമില്ല, നിങ്ങൾ ബാക്കി അവയവങ്ങൾ വെച്ച് പഠിച്ചോളാൻ പറഞ്ഞത്. ഈ നാട്ടിന് മുക്കിനും മൂലയ്ക്കും ചുറ്റിനും എല്ലാം എവിടെ തിരിഞ്ഞാലും നമ്മുടെ സ്വകാര്യതയെ ഹനിക്കുന്ന വിധത്തിൽ ക്യാമറകളാണ്. നമുക്ക് സ്വകാര്യത എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം നിലവിലില്ല. പണ്ടൊക്കെ നമുക്കൊന്ന് മൂത്രം ഒഴിക്കും, പണ്ടൊക്കെ റോഡ് വക്കിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നതിന് വരെ ഒരു സ്വകാര്യത ഉണ്ടായിരുന്നു. ഇപ്പൊ റോഡ് വക്കിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ പോലും ആ ക്യാമറ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അവരെ മുണ്ടുപൊക്കി കാണിച്ചു നമുക്ക് അടുത്ത കേസ് വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ അടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഒരുത്ത CCTV വെക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഫ്രെയിം അടുത്ത വീട്ടിലെ ഒന്ന് കുളിമുറിയിലോട്ടായിരിക്കും, അല്ലെ ആ വീടിന്റെ മുറ്റത്തോട്ടായിരിക്കും. അവരുടെ പ്രൈവസി ഇതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ നാട് മൂളെ ഈ CCTV ക്യാമറകളും അല്ലാത്ത ക്യാമറകളും മൊബൈൽ ക്യാമറകളും ചാനൽ ക്യാമറകളും ഇങ്ങനെ ഉള്ള സമയത്താണ് ഇവരിമാതിരി കള്ളത്തരങ്ങൾ. നമുക്കറിയാം കഴുത്തുളുക്കി വീണ. എന്തുകൊണ്ടാണ് വീണ ജോർജിന് ആ പേര് വീണത്? കഴുത്തുളുക്കി വീണ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേശുക്കാർ പിള്ളേർ കരിങ്കൊടിയുമായിട്ട് എത്തി മുദ്രാവാക്യം വിളിച്ചപ്പോഴത്തേക്ക് പെടലി പിടിച്ച് തിരിച്ചു, ഗറില്ല യുദ്ധമുറ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 അണ്ണന്മാർ. എന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് CPM ഏറ്റവും തിരിച്ചടി ഉണ്ടാക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം ഒന്ന് ഈ കഴുത്തുളുക്ക് നാടകമായിരുന്നു. ഈ കഴുത്തുളുക്ക് നാടകം അന്ന് അമ്പെ പരാജയപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് നമ്മുടെ നാട്ടില് ഒടിയൻ, ചാത്തൻ ഇവര് മാടൻ അടിച്ചു, ഒടിയൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അജ്ഞാത മൃതദേഹം കുളത്തിലും കിണറ്റിലും പോകുന്ന വഴിയിലും പാടവരമ്പിലും ഒക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വൈദ്യുതി വരികയും ഈ നാട് നീള തെരുവ് വിളക്കുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തതോടെ ഈ ഒരു വർഗം ഇല്ലാതായി. അതായത് ഒടിയനെ, മാടനെ, ഈ മരണവും എല്ലാം ഇല്ലാതായി. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇരുട്ടിന്റെ മറവിലാണ് ഇതെല്ലാം നടന്നത്. പ്രകാശം വന്നതോടെ ഇതൊക്കെ ഇല്ലാതായി. അങ്ങനെയുള്ള ഒരു കഥ വന്നു. അതുപോലെയാണ് CPM-കാരന്റെ സകലമാന കപട നാട്യവും ഇല്ലാതായി. എന്താ? ഈ CCTV-യും അതുപോലെ ക്യാമറകളും സ്മാർട്ട് ഫോണും ഒക്കെ വന്നു. മാത്രമല്ല ഇന്നലെ സെക്രട്ടറി മാർച്ചിൽ ആൾക്കൂട്ടം കണ്ടായിരുന്നു. 4-3 ആളുണ്ടായിരുന്നു. സാധാരണ തിരുവനന്തപുരം ജില്ലയിൽ പണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടറി മാർച്ച് നടക്കുമ്പോൾ എത്ര കുട്ടികൾ നല്ല ഗുരുതര വകുപ്പിട്ട് കേസെടുത്ത്. അത് അങ്ങ് പോട്ടെ, നമ്മുടെ പിണറായി വിജയൻ കാണിച്ച വില കണ്ടില്ലായിരുന്നു. അതായത് കുപ്പിവെള്ളം കൊണ്ടുവന്നേ. ഈ കുപ്പിവെള്ളം കൊണ്ടുവന്ന് ഇത് ഇവിടെ പൊക്കി കാണിച്ചിട്ട് പിറ്റേന്നത്തെ ദിവസം PS ജോയി എന്ന് പറയുന്ന MLA അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്താണ് ഇതിന്റെ യഥാർത്ഥ സംഭവം. റോഡിൽ കിടന്ന ചെളിവെള്ളം കോരിക്കൊണ്ട് അതെങ്കിൽ സൂര്യനിൽ നിന്ന് പിടിക്കണം, നമ്മൾ ആകാശത്ത് നിന്ന് വെള്ളം പിടിക്കണം. തറയിൽ വീണ ചെളിയിൽ കുഴഞ്ഞ് അത് ചെളിവെള്ളമാവും. അതെ, അത് അങ്ങനെ തലയ്ക്ക് ലെവലിൽ എന്നാണ് ആലോചിക്കണം. ആ വെള്ളം കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു മലിനജലം കൊണ്ടായിരുന്നു. അത് അന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ഞങ്ങളൊക്കെ മിനറൽ വാട്ടർ വെച്ചായിരുന്നു. ആ K രാജനെ കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നു. ഇതുകൂടെ അതും കൂടെ തീർന്നു. ഈ K രാജനൊക്കെ ഭയങ്കര കോമഡിയാണ്. K രാജൻ ഇന്നലെ ഞാനും എന്റെ മറ്റേ മോൾ കിടന്നിട്ട് ഉരയ്ക്കുന്നുണ്ടായിരുന്നു. ഒരച്ചാണ് എല്ലാവരും ഇവിടെ കോമഡി. ഈ നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന ആ ദൃശ്യങ്ങൾ, സഭാ ടിവിയുടെ ദൃശ്യങ്ങൾ. ഇന്നലെ ഏറ്റവും വലിയ കോമഡി തിരുവഞ്ചൂരായിരുന്നു. തിരുവഞ്ചൂരിന് മുമ്പ് പിന്നെ ഇങ്ങേര് K രാജൻ വളരെ വികാരഭരിതനായി പറയും PM-ശ്രീ നടപ്പാക്കുന്നതിനെ ഞാനും എന്റെ കക്ഷിയും ഇറങ്ങി പോകുകയാണ് എന്ന് പറയും തിരുവഞ്ചൂർ. ആയിക്കോട്ടെ പൊക്കോളൂ. അത് കണ്ടപ്പോഴേ അത്രയും നേരം അദ്ദേഹം പ്രസംഗിച്ചോണ്ട് വന്നത് CPM-കാര് മൊത്തത്തിൽ ഇതുപോലത്തെ പാടുകളാണ്. പക്ഷെ CPI കുറച്ച് തലയ്ക്കാത്ത ആളുവാസമുള്ളതാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ ഇതിപ്പോ അവരെയും തോൽപ്പിക്കുന്ന രീതിയിലായി. കാരണം വലിയേട്ടനെ പണക്കാൻ പാടില്ലല്ലോ.
വിവര കാണിച്ച് വിവരക്കേട് ഇവരുടെ കൂട്ടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ബ്ലേഡുകാരന്മാർ ചേട്ടന്മാരെല്ലാം നമ്മുടെ ED-യുടെ ആക്രമണ കേസിൽ അതുപോലെ തന്നെ അകത്തേക്ക് പോകും. അത് പറഞ്ഞപ്പോഴാണ് ED ആക്രമണ കേസിൽ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി. 9ാം പ്രതി. എന്തോ ഒരു വൃത്തികേടാണ് പ്രോസിക്യൂട്ടർ കാണിച്ചതെന്ന് നോക്കാം. കാര്യം പ്രോസിക്യൂട്ടർ CPM നേതാവല്ലേ, ഇപ്പോൾ ബാർ കൗൺസിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ടി ഗീനാകുമാരി നമുക്കറിയാം, അവർ പഴയ തലമുറയിലെ ചെറുപ്പത്തിലെ SFIയുടെ വലിയ തീവ്ര നേതാവായിരുന്നു, ഒരുപാട് പോലീസ് മർദ്ദനമൊക്കെ ഏറ്റ ആളാണ്. പക്ഷേ പ്രോസിക്യൂട്ടർ കോടതിയിൽ വന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ല, ഇവർ പൊയ്ക്കോട്ടെ, ഇവരെ ജാമ്യം അനുവദിക്കാൻ ഞാൻ സർക്കാരിന് പ്രോസിക്യൂഷൻ അല്ല. പ്രോസിക്യൂട്ടർ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഒരു സർക്കാർ വക്കീലാണ് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്. അതാത് സർക്കാരുകൾ മാറി വരുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളിനെ പ്രോസിക്യൂട്ടറാക്കും. അങ്ങനെ പ്രോസിക്യൂട്ടറാക്കിയ ഒരാൾ ആണ് ഈ ഗീനാകുമാരി. ഗീനാകുമാരി എന്താണ് അവിടെ ചെയ്യേണ്ടത്? സർക്കാരിൻ്റെ പോളിസി കോടതി പറയാനാണ് ഈ പ്രോസിക്യൂട്ടറെ വെച്ചത്. സർക്കാരിൻ്റെ പോളിസി എന്താണ്? ജാമ്യത്തെ എതിർക്കണം. അതിന് കൃത്യമായ റിപ്പോർട്ട്. ഇന്നലെ ഹരീഷ് കുമാർ എന്ന് പറഞ്ഞ 9ാം പ്രതിക്കാണ് ജാമ്യം കിട്ടിയത്. ഈ ഹരീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ട സകല ഡോക്യുമെന്റ്സും പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ പ്രോസിക്യൂട്ടർക്ക് കൈമാറിയത്. പക്ഷേ ഈ പ്രോസിക്യൂട്ടർ എന്താണ് കോടതിയുടെ മുമ്പിൽ പറഞ്ഞത്? ഇയാളെ ഇനിയും ജയിലിൽ കിടത്തേണ്ട കാര്യമില്ല, ഇയാൾക്ക് ജാമ്യം നൽകി വിട്ടയക്കാം. അല്ല, ഈ പ്രോസിക്യൂട്ടർ സംബന്ധിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രോസിക്യൂട്ടർ ഈ ഗീനാകുമാരി ഇപ്പം ബാർ കൗൺസിൽ അംഗമാണ്. ഈ അഭിഭാഷകരുടെ ധാർമ്മികത സംബന്ധിച്ച കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബാർ കൗൺസിലാണ്. അവരുടെ ഡിസിപ്ലിൻ, അവരെന്തെങ്കിലും പ്രശ്നം വരുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതൊക്കെ ബാർ കൗൺസിലാണ്. ബാർ കൗൺസിൽ അംഗം കൂടിയായ ഒരാളാണ് ഇങ്ങനത്തെ രീതിയിലേക്ക് പോലീസ് ആവശ്യപ്പെട്ടതാണ്. പ്രോസിക്യൂട്ടർ മാറ്റാൻ നമ്മൾ നോക്കണം. സർക്കാരിന്റെ നയം പറയാൻ ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ അത് ഈ ഗീനാകുമാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കോൺഗ്രസ്സുകാരെ പറഞ്ഞാൽ മതി, സർക്കാരിനെ പറഞ്ഞാൽ മതി. കാരണം ആലപ്പുഴ നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിൽ മറ്റേ രക്ഷാപ്രവർത്തനം നടത്താൻ പോയവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയ കഥ നമ്മൾ കണ്ടതാണ്. അവിടെ പ്രോസിക്യൂട്ടർ CPM കാരനായിരുന്നു, ഇവിടെ CPM കാരിയാണ്. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ളത് CPM കാര് തന്നെയാണ്, അല്ലെങ്കിൽ CPI ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കാര്യമില്ല. പക്ഷേ ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അത് മാത്രമല്ല, ഇതൊരു ഗുരുതരമായ അട്ടിമറിയാണ്. ഇതിനെ വളരെ ഗൗരവത്തിൽ സർക്കാർ എടുക്കേണ്ടതാണ്. ഈ പ്രോസിക്യൂട്ടർക്കെതിരെ നടപടി എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം കക്ഷിയുടെ അഭിപ്രായമാണ് അഭിഭാഷകൻ കോടതി അറിയിക്കേണ്ടത്. ഡോക്ടർ റീനയുടെ കേസ് ചെന്നപ്പോൾ പ്രോസിക്യൂട്ടർ ഇല്ല. ഇപ്പം നിങ്ങളുടെ ഭാര്യ അഡ്വക്കേറ്റാണ്. അതെ, ആ അഡ്വക്കേറ്റ് അവർക്ക് തോന്നുന്ന പോലെ വാദിക്കാനല്ല കക്ഷി പൈസ തരുന്നത്. അവർക്ക് വേണ്ടി വാദിക്കാനാണ്, അവർക്ക് വിഷയം എന്താണ് അതിനുവേണ്ടി വാദിക്കാനാണ്. ഞാൻ ആ കേസ് തരുന്നു, എനിക്ക് വേണ്ടി വാദിക്കേണ്ടവരെ എനിക്കെതിരെ കോടതി കയറി വാദിച്ചാൽ അതിനകത്ത് എന്ത് ധാർമ്മികതയുള്ള ഇവരുടെ ഇതിനകത്ത് സന്നദ്ധ എടുക്കുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ. അല്ല, അതാണ് ബാർ കൗൺസിൽ അംഗമാണ് അവര്. ബാർ കൗൺസിൽ അംഗമാണ്. ബാർ കൗൺസിലാണ് ഇതിന്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നത്. സർക്കാർ അഭിഭാഷക കൂറുമാറി എന്ന് പറയേണ്ടി വരും, ഇല്ലേ? എന്ന് പറയേണ്ടി വരും. അതാ സത്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞത് ശക്തമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാവണം. കാരണം അവര് LDF സർക്കാർ നിയമിച്ച ആളാണ്, അവരുടെ കാലാവധി കഴിയാൻ പോകുന്ന ആളാണ്. ഇത്രയും വലിയ ഒരു എനിക്ക് തോന്നുന്നത് അവർ പണ്ട് ചെയ്ത ത്യാഗം അനുസരിച്ചിട്ടുള്ള ഒരു പ്രതിഫലമൊന്നും പാർട്ടി കൊടുത്തിട്ടില്ല. അങ്ങനെ പാർട്ടി ഇനി പണക്കണ്ടെന്ന് അവർ കരുതിക്കാണ്. ഒരുപക്ഷെ നാളെ ഇനിയിപ്പോൾ വെറുതെ ഈ SFIക്കാർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ലെന്നെങ്ങാനും പറഞ്ഞാൽ അതിന് തനിക്ക് രാഷ്ട്രീയ ഭാവിക്ക് പ്രശ്നമാകുമെന്നും പ്രോസിക്യൂട്ടർ തോന്നി കാണുമായിരിക്കും. പക്ഷേ അത് ശരിയല്ലല്ലോ. കേസ് മാറ്റി വെക്കണം, പുതിയ പ്രോസിക്യൂട്ടർ വന്നിട്ട് കേസ് എടുത്താൽ മതി എന്ന് വെക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെ വേണം ചെയ്യാൻ. പക്ഷേ ഇത് വളരെ ഗുരുതരമാണ് ഈ കാര്യം. കാരണം ED ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ്, അവരെ കൊല്ലാൻ നോക്കിയതാണ്, അതുപോലെ ആക്രമിച്ചതാണ്. ഒരു കാരണവശാലും ഒരു പ്രതിക്കും ജാമ്യം കൊടുക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഇപ്പൊ ഇയാൾക്ക് ജാമ്യം കൊടുത്തതോടുകൂടി ഇനി ഈ അകത്ത് കിടക്കുന്ന 25 എണ്ണത്തിനും ജാമ്യം കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഒരുത്തൻ വിദേശ രാജ്യത്തോടെ ജീവിക്കുകയാണ്. വലിയ 1ാം പ്രതിയാണ് ആ കേസിൽ. അയാൾ ഇവിടുന്ന് മുങ്ങി. ഇവിടുത്തെ പോലീസുകാരും അറിഞ്ഞില്ല, ഇവിടുത്തെ എല്ലാവരും അറിഞ്ഞാണ്. ഇതിപ്പോഴും ഇവിടെ ഉള്ളത് പിണറായി പോലീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ. നമ്മൾ നേരത്തെ രാവിലെ ചർച്ച ചെയ്താണ് ഇക്കാര്യം. ഇവിടുത്തെ പോലീസിന്റെ ഉന്നത പദവിയിലിരിക്കുന്നവർ ആരുടെയും സ്ഥലം മാറ്റം വന്നിട്ടില്ല. അത് നേതാക്കന്മാരെ തമ്മിലടി കാരണമാണ് ഈ ഒരു പോലീസിലെ DYSP ലെവൽ തൊട്ട് ഇങ്ങോട്ടുള്ളവരാരും മാറ്റാൻ കഴിയാതെ പോയത്. അതിനൊക്കെ അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി ഇതൊക്കെ ആവർത്തിക്കും. എന്താണെന്നറിയോ പോലീസുകാരെ മാറ്റാൻ പറ്റാത്തത്? എല്ലാ പോലീസുകാർക്കും ഓരോ ഗോഡ് ഫാദർ, ഓരോരുത്തരും ഓരോ സ്റ്റേഷൻ നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒരാൾ ഒരു സ്റ്റേഷൻ നിങ്ങളാരാണ്? ഞാൻ KCയുടെ ആളാണ്, KC വേണുഗോപാൽ. അപ്പോൾ അവിടത്തേക്ക് തന്നെ വേറൊരാൾ പിടിച്ചിരിക്കുക. നിങ്ങളാരാണ്? ഞാൻ RCയുടെ ആളാണ്, രമേശ് ചെന്നിത്തല. അപ്പോൾ അത് ഈ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇതിനു വേണ്ടി പിടിച്ചു ആൾ വരുന്നു. അങ്ങനെ ഇരിക്കും 4ാമതൊരു പേരാണ് DCC പ്രസിഡന്റ് വരുന്നത്. ഇന്ന സ്റ്റേഷനിലേക്ക് എനിക്ക് ഇന്നയാളെ തരണം, സ്ഥലം MLA. അപ്പോൾ സ്ഥലം MLA പറയുന്നു, സ്ഥലം MLA വേറൊരു മുന്നണിയുടെ ആളാണ്, വേറൊരു പാർട്ടിയുടെ ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് ഇന്നയാളെ തരണം. അപ്പോൾ എത്രയായി? 3, 2, 5 MLA വരുമ്പോൾ MP വരാതിരിക്കും. ഇനി MP മന്ത്രി, ഇനി MP വരുന്നു,
അത് കഴിഞ്ഞ് നാട്ടിലുള്ള DCC മെമ്പർമാർ പിന്നെ വരുന്നു, കോൺഗ്രസ് ഭരിക്കുന്ന കോർപ്പറേഷനിലെ മേയർമാർ ആവശ്യപ്പെടും വരുന്നു, ആ വാർഡിലെ കൗൺസിലർ വരുന്നു, അല്ലെ പഞ്ചായത്ത് മെമ്പർ വരുന്നു. ഇങ്ങനെ വന്ന കാരണം ഇപ്പൊ പോലീസിന്റെ സർവോപരി സമുദായ നേതാക്കന്മാരും എല്ലാം ഇടപെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബിഷപ്പുമാര് കത്ത് കൊടുക്കുന്നു, സമുദായ നേതാക്കൾ കത്ത് കൊടുക്കുന്നു. ഇതിനകത്ത് ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാന നില നമ്മുടെ നാട്ടിലെ കാര്യം കഷ്ടത്തിലാവും. നിലവിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരും എങ്ങോട്ടും മാറാൻ പറ്റാത്ത അവസ്ഥയായി. ഇലക്ഷന് വേണ്ടി താൽക്കാലികമായിട്ട് കൊണ്ടുപോയ ആൾക്കാരാണ്. അത്രേ ഉള്ളൂ. അവർ ഇന്ന് ട്രാൻസ്ഫർ കിട്ടും, നാളെ ട്രാൻസ്ഫർ കിട്ടും, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, ദൈനംദിന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നില്ല. അവരിപ്പോൾ വരുന്ന കേസുകളൊക്കെ മാറ്റി ഞങ്ങളാരും ഇത് എടുക്കുന്നില്ല, പുറകെ വരുന്നവൻ അന്വേഷിക്കും എന്ന് പറഞ്ഞ് എവിടെ വരാനാ, ഇത് നടക്കുകയല്ല. ഇതിപ്പോ ഇനിയിപ്പോ ആകെ കണ്ണും പൂട്ടി ഒരു അടി അടിച്ച് കുറെ പേരെ എടുത്തിടുക. 400 SHOമാരും ഉണ്ട്, 200 എന്തിനു പറയുന്നത്. സാധാരണ ഒരു ജില്ലയിലെ SIമാരുടെ പോസ്റ്റിംഗ് SP-ക്ക് നടത്താം. അത് നടക്കൂല. സാധാ പോലീസുകാരെ SP-ക്ക് പറ്റാവുന്ന സാധാ പോലീസുകാരെ കുറെ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട്, യൂണിയനൊക്കെ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച്. അത്രയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, പ്രോസിക്യൂട്ടർമാരുടെ കാര്യത്തിൽ അടിയന്തര നടപടി സർക്കാർ സ്വീകരിച്ചില്ല. ആ ജില്ലകളിൽ, ജില്ലാ കോടതികളിലും മറ്റും സ്വീകരിച്ചില്ല. അവിടെ ആളെ എടുത്തില്ലെങ്കിൽ എല്ലാ കേസും നോക്കും. കാരണം ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ ഈ സർക്കാർ. പിന്നെ വെച്ചും കെട്ടി അടുത്ത ഹൈക്കോടതി പോകണം. അതെ, ഇതിന്റെ എല്ലാം പോകണം. ഇനിയിപ്പം അപ്പീലുമായിട്ട് ഹൈക്കോടതി പോകണം. അത് ഈ കേസിലും ആലപ്പുഴയിൽ പോയി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിനും പോകേണ്ടതായിട്ട് മറ്റേ ഡോക്ടർ റെയ്നയുടെ കാര്യത്തിൽ പിന്നെ ഹൈക്കോടതി പോയപ്പോഴാണ് അനുകൂല വിധി സർക്കാരിന് കിട്ടിയത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കുന്ന നടക്കുന്നത്. അപ്പം അത്രയും പ്രശ്നങ്ങൾ വന്ന ഇന്നത്തെ വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം, നമ്മുടെ സതീശനെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിച്ച INTUC നേതാവ് കുഴിയിൽ ചാടിക്കാനല്ല, പരവതാനി കൂടെ നടത്തിക്കാൻ ശ്രമിച്ചാണ്. നമ്മളത് റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പണി വാളിപ്പോയി. ഈ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, നമ്മുടെ തോട്ടണ്ടി ഇറക്കുമതി, കശുവണ്ടി വികസന കോർപ്പറേഷൻ തോട്ടണ്ടി ഇറക്കുമതി ചെയ്ത 500 കോടി രൂപയുടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ അനുമതി കാത്തു കിടക്കുന്ന ഒരു കേസ് വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ INTUC നേതാവ് R ചന്ദ്രശേഖരൻ 1-ാം പ്രതിയും അവരുടെ MD വികസന കോർപ്പറേഷന്റെ MD രതീഷ് 2-ാം പ്രതി, പിന്നെ ഒരു കരാറുകാരൻ, അണ്ടി ഇറക്കുമതി കരാറുകാരൻ 3-ാം പ്രതിയുമായിട്ടുള്ള ഒരു കേസ്. ആ കേസ് CBI അന്വേഷിച്ച് കണ്ടെത്തി 500 കോടിയുടെ അഴിമതി നടന്നതായിട്ട്. അതിന് പ്രോസിക്യൂഷൻ അനുമതി പിണറായി വിജയൻ കൊടുക്കില്ല. കാരണം ചന്ദ്രശേഖരൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും പിണറായിയുടെ മാനസപുത്രൻ. അതങ്ങനെയാണല്ലോ. അങ്ങനെ പിണറായി സർക്കാർ ഇത് കൊടുക്കാതിരുന്നു. അന്നത്തെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഖനീഷിനെ കോടതി ശാസിച്ചു, അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അദ്ദേഹം ഹാജരായി പറഞ്ഞു, എന്നെ അവിടുന്ന് മാറ്റി, വേറെ ആളാണ്. അപ്പം എന്താണ്, പ്രോസിക്യൂഷൻ അനുമതി സർക്കാരാണ് കൊടുക്കേണ്ടത്. ജൂലൈ 2-നകം കൊടുക്കണം. അതിൽ 1-ാം പ്രതിയാണ് ഈ ചന്ദ്രശേഖരനിടയ്ക്ക് ഈ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കും എന്നതാണ്ട് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രശേഖരൻ കളിച്ചൊരു കളിയാണ് ഇന്നലെ പൊളിഞ്ഞടുങ്ങി. അത് അദ്ദേഹം കുടുംബസമേതം ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആശംസയൊക്കെ അറിയിച്ചു. അതിനുശേഷം INTUC ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിക്ക് ഉദ്ഘാടകനായിട്ട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കും. തലസ്ഥാനത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്നലെ രാവിലെ 10 മണി തൊട്ട് കാവാല ശ്രീകുമാറിന്റെ ഗാനമേള, സംഗീത കച്ചേരി ഒക്കെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 11 മണിയാകുന്നു, 12 മണിയാകുന്നു. മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, ഇപ്പൊ വരാമെന്ന് പറയുന്നു, വരുന്നില്ല. അതിനിടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് വിളിക്കും. അതാണ് അതിന്റെ ഏറ്റവും ക്ലാസിക്കൽ സംഭവം എന്ന് പറഞ്ഞത്. റെഡ് കാർപ്പറ്റ് ചുവന്ന പരവതാനി വിരിച്ചിട്ടുണ്ട് സ്റ്റേജിലേക്ക്. ഈ പരവതാനിയിലൂടെ മുഖ്യമന്ത്രിയും ചന്ദ്രശേഖരനും മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പലതവണ അനൗൺസ്മെന്റ് ഉയർന്നു. എന്ന് പറഞ്ഞാൽ സാറിന് കോൺഗ്രസ്സുകാരാണ്, അവർക്ക് ഈ TV ക്യാമറ കാണുമ്പോൾ അവർ പിടികിട്ടു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി മാത്രം, അതായത് ഈ മുഖ്യമന്ത്രി ആയ ശേഷം INTUC പരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കാൻ വരുന്ന VD സതീശനെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഒക്കെ എറിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നതാണ്. പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ കിട്ടി, ഈ ആശാൻ ഇവിടെ പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. ജൂലൈ 2-ാം തീയതി പ്രോസിക്യൂഷൻ അനുമതി കോടതിയെ അറിയിക്കേണ്ട 1-ാം പ്രതിയായിട്ടുള്ള ചന്ദ്രശേഖരൻ മുഖ്യമന്ത്രി വേദി പങ്കിടുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നില്ല. അത് പിണറായി വിജയനാണ് പങ്കിട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, പിണറായി ഒന്നും പറയില്ലായിരുന്നു. പിണറായിയും പറയത്തില്ല, ഇവിടുത്തെ BJP-ക്കാരും പറയത്തില്ല, ആരും ഒന്നും പറയത്തില്ല. അപ്പം എന്താണെങ്കിലും സതീശൻ ബുദ്ധിമാനാണ്, അദ്ദേഹം പതുക്കെ വലിഞ്ഞു. അവസാനം ഈ എടുത്തു വെച്ച പരവതാനിയിൽ കൂടെ ഈ പരിപാടിക്ക് വന്നവരെല്ലാം തെക്കുവടക്ക് ഇങ്ങനെ അല്ല. അത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പദവിയുടെ മാന്യത നമ്മൾ പാലിക്കണം. അത് ബ്രിട്ടീഷ് അക്കാര്യത്തിൽ കൃത്യമായിട്ട് അത് നടപ്പിലാക്കി. ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഹെൻറി ഫോർത്ത് ആണെന്ന് നാടകം പഠിച്ചിട്ടുണ്ട്. നരേന്ദ്ര പ്രസാദ് സാറാണ് എന്നെ പഠിപ്പിച്ചത് ഡിഗ്രിക്ക്. അപ്പോൾ അതിൽ ഒരു ഹോൾസ്റ്റോഫ് എന്ന കഥാപാത്രമുണ്ട്. ഹോൾസ്റ്റോഫ് ഒരു കുഴപ്പക്കാരനാണ്, കളോടിയും അട്ടഹാസവും. അപ്പോൾ ഇയാൾ ഏറ്റവും വലിയ കൂട്ടുകാരൻ അവിടുത്തെ രാജകുമാരൻ, അടുത്ത രാജാവേണ്ട പ്രിൻസ് ഹാൾ, രാജകുമാരൻ ഇയാൾ ഏറ്റവും വലിയ സുഹൃത്ത്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ മതിച്ച് നടക്കേണ്ട, കൂട്ടുകാരൊക്കെ ഉണ്ട്, ആകെ ഒഴിച്ച് കാലിൽ ഓടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഈ പ്രിൻസ് ഹാൾ രാജാവാണ്.
രാജാവായി വാഴിച്ചു. രാജാവ് ഇങ്ങനെ വരികയാണ് രാജാവായിട്ട്, എൻ്റെ പേര് മാറി രാജാവ് വരികയാണ്. ഫാൾസ്റ്റാ ഭയങ്കര ഹാപ്പിയായി, കാരണം ഈ നാട്ടിൽ രാജാവ് എൻ്റെ സ്വന്തക്കാരനല്ലേ. പഴയ വളരെ മച്ചമ്പി എന്ന് പറഞ്ഞ അടുത്തോട് ചെന്നതും അയാൾ പറയാണ്, ഗോ അവേ ഓൾഡ് മാൻ, ഐ ഡോണ്ട് നോ ഹൂ യു ആർ എന്ന്. അത്രേ ഉള്ളൂ. എനിക്ക് തന്നെ അറിയില്ല, അതാ ആരെന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് വളം വയ്ക്കാൻ എടുത്തോണ്ട് പോകാൻ പറഞ്ഞ ഇയാളാ. എനിക്ക് എന്റെ കോൺട്രാക്ട് വലുതെന്ന് പറഞ്ഞതുപോലെയാണ് ഫാൾസ്റ്റാഫ് അതുവഴി കണ്ടപ്പടി ഓടേണ്ടിരുന്ന അവസരം. അയാൾ അപ്പോഴേക്കും രാജാവായി കഴിഞ്ഞു, പദവി എത്തി. ബ്രിട്ടീഷ് രാജാവാണ് അദ്ദേഹം. പുള്ളി പറഞ്ഞു എടുത്തോണ്ട് പോകാൻ പറഞ്ഞു ഇയാളെ. എനിക്ക് അറിഞ്ഞാലും കൂടി കളവ് ആരാണ് എടുത്ത് കൊണ്ടുപോകാൻ, തൂക്കി എടുത്തോണ്ട് പോകാൻ. എന്തായാലും അങ്ങനെ ആയിരിക്കണം. ചന്ദ്രശേഖരൻ വിരിച്ച വലയിൽ വി.ഡി. സതീശൻ വീണില്ലെന്ന് മാത്രമല്ല, പരിസരത്തൂടെ പോലും ചെന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചു നേരം മുമ്പ് ഒരാളൊരു കമന്റ് ഇട്ടിരിക്കുന്നുണ്ട്, ചന്ദ്രശേഖരൻ INTUC ആണെങ്കിലും കോൺഗ്രസ്സുകാരനല്ലെന്ന്. കാരണം INTUCക്ക് കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. ഫലത്തിൽ ബന്ധമില്ല, അത് സത്യമാണ്. കോൺഗ്രസ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, INTUC കോൺഗ്രസിന്റെ പോഷക സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ. പക്ഷേ ഇലക്ഷൻ വരുമ്പോഴുള്ള ചന്ദ്രശേഖരൻ പറയാറുണ്ട്, എന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് പുള്ളി പരാതി പറയാറുണ്ട്. ഞാൻ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് എത്രയോ വർഷമായിട്ട് പതിറ്റാണ്ടുകളായി. കാരണം എനിക്ക് കെ സുരേഷ് ബാബുവിന് ശേഷം, കൊല്ലത്തുള്ള കെ സുരേഷ് ബാബുവിന് ശേഷം പിന്നെ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരനാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ചന്ദ്രശേഖരൻ പറയുന്നത് ഞാൻ കുറച്ചു നാളെ ഇരുന്നുള്ളൂ, അതിന് മുമ്പ് ഇരുന്നവരാരും ഇല്ല, ഞാൻ മാത്രമാണ് ഒന്ന് പെട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പഴയ പുള്ളിക്കാരി പറഞ്ഞ പോലെ അനുഭവിച്ചു പറയാനേ പറ്റുള്ളൂ. പക്ഷേ വി.ഡി. സതീശൻ ആള് മിടുക്കനാണെന്നുള്ള സത്യം ഇപ്പോഴാണ് ചന്ദ്രശേഖരന് മനസ്സിലായെന്ന്. ഈ ചുവന്ന പരവതാനി ഇരിച്ചാലൊന്നും പെട്ടെന്ന് വീഴ്ത്താൻ പറ്റില്ല. അദ്ദേഹം വീണില്ലെന്ന് മാത്രമല്ല, ആ പരിസരത്തൂടെ പോലും വന്നില്ല. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ വിഷയം, ഞങ്ങൾ രണ്ടും അല്ലാതെ വേറെ ഒരുത്തൻ അതിനകത്ത് നടന്നു വരുന്നു, ഈ പരവതാനി കൂടെ നടന്നു വരുന്നു. ഇതേ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇവർ രണ്ടുപേരും കൂടി പരവതാനിയിലൂടെ നടന്ന് ഓഹോയ് ഓഹോയ് വെച്ചിട്ട് പോയിട്ട് അടുത്ത ദിവസം റീൽസ് ഇറക്കാം. കാരണം ഞാനും മുഖ്യമന്ത്രിയും പിന്നെ അടുത്ത ബന്ധക്കാരാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ആരും ഒന്നും ചെയ്യാനില്ല എന്ന് വേണമെങ്കിൽ ഒരു റീൽസ് ഇറക്കാം. ഏതായാലും സമയം അവസാനിക്കാറാകുമ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അത് എന്താണെന്നുള്ള നമുക്ക് ഇപ്പോഴും അറിയില്ല. നമ്മുടെ വീണ തൈക്കണ്ടി ഇന്ന് വീണ്ടും ഇടിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ആ വരവിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ? സംശയങ്ങൾ ഒരുപാട് ബാക്കി. കാരണം പെട്ടെന്ന് ഇന്നലെ എക്സാലോജിക്കിന്റെ ഈ ഇടപാട് സംബന്ധിച്ച് SFIOയുടെ പേപ്പറുകൾ, ഡോക്യുമെന്റ്സ് എല്ലാം ഇഡിക്ക് കിട്ടുന്നു. ഈ 29-നാണ് വീണയെ സമൺ ചെയ്തത്, തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ച. പക്ഷെ വീണ ഇന്ന് ആരോടും അറിയാതെ, ആരും പറയാതെ ചാടിപ്പോയി ഹാജരാകുന്നത് വീണയെ ഇഡി വിളിപ്പിച്ചതാണെന്നും അല്ല, വീണ സ്വമേധയാ പോയി വീണതാണെന്നും പറയുന്നു. പക്ഷേ വിളിപ്പിച്ചതാകാനുള്ള സാധ്യത ഇല്ലാതില്ല. അതേസമയം തന്നെ മറ്റൊരു സംശയം നമുക്ക് നിലനിൽക്കുന്നത്, ഇന്നും നാളെയും നിയമസഭയില്ല, 4 ദിവസമില്ല. വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇനി തിങ്കളാഴ്ച. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം 29 അന്നാണ് വീണയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. നിയമസഭ ചേരുന്ന ദിവസമാണ്. ബജറ്റ് ചർച്ച കഴിഞ്ഞതേ ഉള്ളൂ. അതിന്മേലുള്ള കൂടുതൽ നടപടിക്രമങ്ങളും ചർച്ചകളും ഇനി നടക്കാനിരിക്കുന്നു. മാത്രമല്ല നിയമസഭ സമ്മേളിക്കുകയാണ്. ആ സമയത്ത് വീണ ഇഡിയുടെ വായിലോട്ടും പിണറായി വിജയൻ നിയമസഭയിലോട്ടും പോകുന്നത് ആത്മഹത്യ. നിയമസഭയിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പിണറായി എല്ലാവരും കൂടെ എടുത്ത് ജോലി തേച്ച് അവിടെ ഇരുത്തിക്കണം. ഇനി തിങ്കളാഴ്ച മോളെ ഇഡിയും ചോദ്യം ചെയ്യാനും കൂടെ പോകുമ്പോൾ വരാത്ത അവസ്ഥ. ഇപ്പം അത് മാത്യു കുഴൽനാടനെ പോലുള്ള അപകടകാരികൾ അവിടെ ഇരിപ്പുണ്ട്. അവരെ എടുത്തിട്ട് അലക്കും. അപ്പൊ നമ്മുടെ ഒരു ന്യായമായ സംശയമാണ്, അത് കാരണം അങ്ങോട്ട് ചോദിച്ച് നേരത്തെ ചെന്നതാണോ എന്നുള്ള ഒരു സാധ്യത വളരെയധികം. നിയമസഭ ഇല്ല, ഇന്ന് നാളെ നിയമസഭ ഇല്ല എന്നുള്ളത് ഒരു ഘടകമാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, വീണ തൈക്കണ്ടിയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം പേപ്പറുകളെല്ലാം എത്തി, നേരത്തെ തന്നെ ഇതിന് വേണ്ട ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് കിട്ടിയാൽ മതി. അതെ, പ്രൂഫ് കിട്ടുമോ എന്നുള്ളതാണ്. എന്തായാലും പിണറായി വിജയന്റെ ആ ഒരു കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം കലിപ്പ് ലുക്കിലാണ്. കാരണം ഒരു രക്ഷയില്ല, പുറത്തിറങ്ങിയ പാർട്ടിക്കാരെല്ലാം കൂടെ ഇയാൾ ഇറങ്ങിപ്പോ സഭയ്ക്കകത്ത് ആണെങ്കിൽ സ്വന്തം പേരക്കുട്ടികളാവാൻ പ്രായമുള്ള MLA എടുത്തിട്ട് ഈ നാട്ടിലെ അമ്മമാരുടെ ശാപം കാരണം നാം മുറിഞ്ഞു പോകുന്നതാണ് അവര് പറയുന്നത്. അത് കൂടാതെ പ്രതിപക്ഷം എന്നും പറഞ്ഞൊരു 10-35 എണ്ണത്തിനെയും കൊണ്ട് ഇങ്ങനെ ഒഴിക്കുക, ഒന്നിനെയും കൊണ്ട് ഒരു ഗുണവും ഇല്ല. കൊണ്ടും ഗുണമൊന്നുമില്ല. പുള്ളി പിന്നെ അറ്റകൈ പ്രയോഗമുണ്ട്, പുള്ളിക്ക് അറിയാമല്ലോ. ഉത്തരം മുട്ടുമ്പോ പുള്ളി കൊഞ്ഞണം കുത്തും, ചാടി എണ്ണീറ്റും. ഇങ്ങോട്ട് വേണ്ട ആ കളി, അമ്മാതിരി കളിയൊന്നും വേണ്ട. പുതിയ മനസ്സിൽ വെച്ചിരുന്നാ മതി. ഇത് ഞങ്ങളെ കുറിച്ച് പല അപഖ്യാതികൾ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ചുവട് പിടിച്ച് ഞങ്ങൾ അങ്ങ് തീർന്നു പോയെന്ന് കരുതരുത് എന്നൊക്കെ പറയും. ഇത് ഈ പറയുന്ന ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഉടനെ സതീശൻ പറയും, ഞങ്ങളെ പറഞ്ഞാൽ ഞങ്ങളും പറയും. അതോടെ ഇദ്ദേഹം ഇത്രയും നേരം വലിയ ഹൈപ്പിട്ട് കൊണ്ടുവന്ന സാധനം എല്ലാം
കാറ്റൂരി വിട്ട പോലെ. ഇന്നലെ നമ്മൾ കണ്ടതാണ്, അതിന് പ്രത്യേകിച്ച് പറയുന്നില്ല. ഇന്നലെ പുസ്തകം നമ്മൾ അക്കാര്യം ചർച്ച ചെയ്തതാണ്. സതീശൻ ഇന്നലെ അടിച്ച് നിരപ്പാക്കി വിട്ടു. അതിനിടയ്ക്ക് സതീശന്റെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൂടെ പറയാതെ പോകുന്നത്. ഇന്നലെ നിയമസഭയിൽ ഇതേ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നതിനിടയ്ക്ക് 2-3 ദിവസം മുമ്പ് സംഭവിച്ച 23-ാം തീയതി അബദ്ധത്തിന്റെ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അത് അതായത് അദ്ദേഹം കുട്ടനാട് MLA അല്ലേ റജി ചെറിയാൻ ചമ്പക്കുളം മൂലം വള്ളംകളി 29-ാം തീയതിയാണ്. ഞങ്ങൾക്ക് ഒരു പ്രാദേശിക അവധി ആവശ്യപ്പെട്ടു കുട്ടനാട് താലൂക്ക്. അപ്പം സതീശൻ പറഞ്ഞു അത് പരിശോധിക്കാം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാരണവശാലും കൊടുക്കത്തില്ല. കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു. ഈ മൈക്ക് ഓഫ് അല്ലായിരുന്നു, ഈ മൈക്കിനകത്തോട് ഇത് പുറത്തു പോയി. അത് ഇന്നൊരു വലിയ വിവാദമാക്കി ഒരു വാർത്തയാക്കി കൊണ്ടുവരും. പക്ഷെ ഒരു കാര്യവും ഇല്ല ആ വാർത്തക്കകത്ത്. യാതൊരു അദ്ദേഹം അവധി കൊടുക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. പഠിക്കാൻ നോക്കാന്നല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നാണെങ്കിൽ ഓക്കെ. ഇപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും കൂടെ ഏറ്റെടുത്തു സതീശൻ നുണയനാണ്, സതീശൻ നുണേശനാണ്, സതീശൻ പിന്നെന്താ യു-ടേൺ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ല. മാത്രമല്ല റജി ചെറിയാൻ പറഞ്ഞു ഞാനത് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു ഇല്ല ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ വിവാദമാക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. എന്താണെങ്കിലും തൈക്കണ്ടി വീണ ഇപ്പം നമ്മൾ ഈ ലൂസ് സ്റ്റോക്ക് ഷൂട്ട് ചെയ്യുമ്പോഴും ED-യുടെ മുന്നിൽ തന്നെയാണ് അതിരാവിലെ രഹസ്യമായിട്ടാണ് എത്തിയത്. മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകത കൂടി അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 51 വർഷം തികഞ്ഞ ദിവസം കൂടിയാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ ആ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഇരകളായിരുന്നവരാണ്. എന്നെ പണ്ട് പിടിച്ചുകൊണ്ട് പോയി അടിയന്തരാവസ്ഥ കാലത്ത് മുറിക്കാത്തൊരു പൂട്ടി തല്ലിയെ എൻ്റെ കാലിൽ മേടിച്ച് എൻ്റെ ഉടുപ്പിൽ രക്തമായി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരാൾ കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ച് ജനാധിപത്യം ഫാസിസം എന്താണെന്നുള്ളത്, ഇവർ പണ്ട് ഫാസിസം എന്ന് പറയും, ഈ ഫാസിസം എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ സഞ്ജയ് ഗാന്ധി അതിൻ്റെ അനുചരന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് അതിൻ്റെ ഒരു 10 ഇരട്ടി എഫക്റ്റിൽ ഈ കേരളം പോലെ ചെറിയ സംസ്ഥാനത്ത് പിണറായി അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിരുന്നു. ഏതായാലും അടിയന്തരാവസ്ഥ ഒരിക്കലും സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് നമ്മൾ എപ്പോഴും വെറുക്കുന്ന ഒന്ന് തന്നെയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളെ ഉപദ്രവിച്ചേ എന്ന് സദാസമയം വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും സംഘവും അടിയന്തരാവസ്ഥ ഫലത്തിൽ പ്രഖ്യാപിച്ചില്ലെന്നേ ഉള്ളൂ. അതിനുള്ള അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അതും ചെയ്തേനെ, പക്ഷെ അത് അധികാരമില്ലാത്തതുകൊണ്ട് ചെയ്തില്ല. എന്തായാലും തൈക്കണ്ടി വീണ ഇപ്പോഴും ED-ക്ക് മുമ്പിലാണ്. കാരണം കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഇതിനകത്ത് കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയാൽ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിവസം പിണറായി വിജയൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നുള്ള കാര്യത്തിൽ ഓർത്ത് ആശങ്കപ്പെട്ടുകൊണ്ട് നമുക്ക് ലൂസ് സ്റ്റോക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.